ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ സോണി. ഞാനൊരു ആയുർവേദ ഡോക്ടറാണ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ മുഖത്തുണ്ടാവുന്ന സൺ ടാൻ എങ്ങനെ റിമൂവ് ചെയ്യാം എന്നതിനെ പറ്റിയാണ്. ഇതൊക്കെ പോയിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ തന്നെ നല്ലതുപോലെ ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കുക. അതായത് നമ്മൾ ധാരാളം വെള്ളം കുടിക്കുക. ഇത് നമുക്ക് ഇലക്ട്രോലൈറ്റ്സ് ചേർന്ന വെള്ളമോ അല്ലെങ്കിൽ നോർമൽ വാട്ടറോ കുടിക്കാവുന്നതാണ്. പിന്നിൽ ഏത് ലേപനങ്ങൾ ഉപയോഗിച്ചാലും അതൊരു 10 മിനിറ്റ് താഴെ നമ്മൾ വെക്കാൻ പാടുള്ളൂ. അത് കൂടാതെ തന്നെ അത് സ്കിന്നിലിരുന്ന് ഡ്രൈ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വ്രിങ്കിൾസ് ഉണ്ടാവാനൊക്കെയുള്ള ചാൻസ് ഉണ്ട്. ഏത് ലേപനങ്ങൾ പുരട്ടുന്നതിന് മുമ്പും നമുക്കത് അലർജി ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ടതാണ്. അതായത് ഒരു ചെറിയ എമൗണ്ട് നമ്മൾ ചെവിയുടെ ബാക്ക് സൈഡിലോ അല്ലെങ്കിൽ നമ്മുടെ കഴുത്തിലോ ഒക്കെ അപ്ലൈ ചെയ്ത് അലർജി ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം നമ്മൾ ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ പറയുന്നത് ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു നല്ല ഓപ്ഷനാണ് അധികം പുളിയില്ലാത്ത തൈര്. ഓയിലി സ്കിൻ ഉള്ളവർക്ക് തൈര് ആക്നെ ഉണ്ടാവാനായിട്ട് ഇടയാവും. രണ്ടാമതായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് വൈറ്റ് കളറിലുള്ള ഒറിജിനൽ കസ്തൂരി മഞ്ഞളാണ്. ഈ കസ്തൂരി മഞ്ഞളിനോടും അലർജി ഉള്ളവർ പലരും ഉണ്ട്. അപ്പോൾ അലർജി ടെസ്റ്റ് നോക്കിയിട്ട് വേണം അതും ഉപയോഗിക്കാനായിട്ട്. ഇനി മൂന്നാമതായിട്ടുള്ള ഓപ്ഷനാണ് വൈറ്റ് ചന്ദനം, ശ്വേതചന്ദനം. അപ്പോൾ അത് പനിനീരിലോ അതായത് റോസ് വാട്ടറിലോ അല്ലെങ്കിൽ ഹണി ഉപയോഗിച്ചോ നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത ഒരു ഓപ്ഷൻ, ഫൈനായിട്ട് പൊടിച്ച അരിപ്പൊടിയുടെ കൂടെ കുറച്ച് കാപ്പിപ്പൊടിയും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം വെള്ളത്തിൽ അത് പേസ്റ്റ് ആക്കിയിട്ട് നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അത് ഓയിലി സ്കിന്നുകാർക്കും ഡ്രൈ സ്കിന്നുകാർക്കും ഒരുപോലെ യൂസ് ചെയ്യാവുന്നതാണ്. ഓപ്ഷനാണ് നമ്മുടെ തക്കാളിയുടെ പൾപ്പ് ഉപയോഗിക്കുക എന്നുള്ളത്. അതിനൊരു അസിഡിക് നേച്ചർ ഉള്ളത് കൊണ്ട് അതും അധിക സമയം മുഖത്ത് വെക്കാൻ പാടില്ല. ഏത് ലേപനങ്ങളും പുരട്ടിയാലും ഒരു 10 മിനിറ്റ് താഴെ മാത്രമേ നമ്മുടെ മുഖത്ത് വെക്കാൻ പാടുള്ളൂ. കടലമാവ് വെള്ളത്തിൽ ചേർത്ത് പുരട്ടുന്നത് വളരെ നല്ലൊരു ഓപ്ഷനാണ്. അത് ഓയിലി സ്കിന്നുകാർക്കും ഡ്രൈ സ്കിന്നുകാർക്കും ഒരുപോലെ യൂസ് ചെയ്യാവുന്നതാണ്. ഈ ടിപ്സ് എല്ലാം നിങ്ങൾ ഒരുമിച്ച് ഉപയോഗിക്കാനല്ല, നിങ്ങളുടെ സ്കിന്നിന് ഏറ്റവും സൂട്ട് ആവുന്നത് ഏതാണെന്ന് നോക്കിയിട്ട് അത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു 10 ഡേയ്സ് ഉപയോഗിച്ച് നോക്കുക. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ടാൻ മാറി നല്ലൊരു ഗ്ലോയിങ് സ്കിൻ സ്വന്തമാക്കാൻ കഴിയും.